പ്രായം അത് വെറും നമ്പറാണ്. അതായത് ഈ പ്രായത്തിലും ഏത് പ്രായത്തിലും, അതായത് ഒരു 70 വയസ്സ് കഴിഞ്ഞിട്ടും ഒരു ഉപ്പ ഇങ്ങനെ ഒരു കഠിന പ്രയത്നത്തിലൂടെ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നു. നമുക്കൊക്കെ മാതൃകയാക്കാൻ പറ്റിയ ഉപ്പയെ കാണാനെന്നിട്ട് നമ്മുടെ യാത്ര വിട്ടേക്കാം. വാ. ഉപ്പ എന്നാണ് സുഖം തന്നെ? സുഖം. കച്ചവടം എങ്ങനെ പോണു? കച്ചവടം ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് എത്ര 10 കൊല്ലം? എത്ര? ഞാൻ 9 കൊല്ലമായി. 9 കൊല്ലം? 9 വർഷം. 9 വർഷം ഇവിടെ തന്നെയാണ്? അല്ല 7 മാസമായുള്ളൂ. അവിടെ ഇപ്പോൾ വലിയ വലിയ ഹോട്ടലുകളായി. ഉപ്പ തുടങ്ങി വെക്കും, പിന്നെ വലിയ ഹോട്ടലാവും. വലിയ ഹോട്ടലാണ്. എവിടെയായിരുന്നു ആദ്യം? അവിടെ ഞാൻ ആദ്യം പിന്നെ പുതിയകാവിൽ ജംഗ്ഷനിൻ്റെ അപ്പുറത്ത് ഒരു ഹോട്ടലിലായിരുന്നു. അവിടെ തന്നെ അപ്പം അവിടെ ഇതായിരുന്നു. അപ്പോൾ അവിടെ ചപ്പാത്തി, പൂരി, മീൻ കറി, ബീഫ് കറി, ചിക്കൻ കറി എല്ലാം ഉണ്ടായിരുന്നു. പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു. 4 എംപ്ലോയക്കാരുണ്ടായിരുന്നു. അത് പിന്നെ ഉറക്കം കിട്ടാത്തതിനെ കൊണ്ട് 2-3 വർഷമായപ്പം വേണ്ടെന്ന് വെച്ച് ഇങ്ങോട്ട് മാറി. അപ്പോൾ വീട്ടുകാരുടെ സപ്പോർട്ടൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഇങ്ങോട്ട് മാറിയാണ്ട് ഇപ്പോൾ 3 മാസമായി എൻ്റെ ഭാര്യ മരിച്ചു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ദൈവം സഹായിച്ചൊരു പരുവത്തിന്. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, എനിക്ക് നമ്മളെ കാര്യമില്ല. അതുകൊണ്ട് വരുന്ന ആൾക്കാരൊക്കെ 5 വർഷം പോരാട്ടം. ഒറ്റയാൾ പോരാട്ടം. പിന്നെ മറ്റ് യാതൊരു കൃത്രിമങ്ങളും എൻ്റെ ആഹാരത്തിനകത്ത് ഞാൻ ചെയ്യത്തില്ല. ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട്. ദൈവം സഹായിച്ച് വലിയ അസുഖങ്ങളൊന്നും ഇല്ല. 76 വയസ്സായി. 76 വയസ്സായി. നാല് അപ്പം ചിക്കൻ കറി 100 രൂപ. 4 അപ്പം ചിക്കൻ കറി 100 രൂപ. 4 അപ്പം ബീഫ് കറി 100 രൂപ. 4 വാഴപ്പൊരിയും ചിക്കൻ കറി ബീഫ് കറി 100 രൂപ. 4 പൂരി ചിക്കൻ കറി 100 രൂപ. പിന്നെ ഒറോട്ടി, ഇത് അരിപ്പത്തിരി ഉണ്ട്, അത് ഒരെണ്ണത്തിന് 8 രൂപ. അപ്പം 5 രൂപ അല്ലേ? അപ്പം 5 രൂപ. രാവിലെ ഇല്ല, രാവിലെ തുറക്കില്ല. 4 മണിയാകുമ്പോൾ എല്ലാം ഓപ്പൺ റെഡിയാവും. എല്ലാം റെഡിയാവും. 5 മണിയാകുമ്പോൾ എല്ലാം റെഡിയാവും. എത്ര മണി? രാത്രി 10 മണി 12 മണി 9 മണി വരെ. ഇപ്പം 9 മണി വരെ. ഇപ്പൊ ഇതെന്ത് ഉള്ളിവടയാ? ഇത് ഇവിടെ ഞങ്ങളിത് ബോണ്ടെന്ന് പറയും. ബോണ്ട. ഇത് പിന്നെ പഴംപൊരി എല്ലായിടും ആണല്ലോ. പഴംപൊരി അങ്ങനെ തന്നെ. പഴംപൊരി ഏത്തക്കാപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതുണ്ട്. ഇവിടുത്തെ പഴംപൊരി 1.5 പഴംപൊരി കേട്ടോ. അതായത് വാടി കളിയുന്ന പഴംപൊരിയല്ല, ചൂടോടൊക്കെ ഉപ്പ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പഴംപൊരി അവിടെ. അങ്ങനെ ഇങ്ങനെയുള്ള 4 പഴംപൊരി വിത്ത് ബീഫാണ് 100 രൂപയ്ക്ക് ഉപ്പ കൊടുക്കുന്നത്. ഇപ്പോൾ ചിക്കനും 4 അപ്പമാണെങ്കിൽ അതും 100 രൂപ. 4 അപ്പം എന്ന് പറഞ്ഞാൽ അപ്പം സിംഗിൾ പീസ് സെപ്പറേറ്റ് വാങ്ങണം 5 രൂപ കേട്ടോ. അപ്പം ഒരു 10 അപ്പം മാക്സിമം ഉപ്പ ചുട്ടു വെക്കും. കാരണം ഈ റെയിൽവേ സ്റ്റേഷനിൽ ആൾക്കാർ വന്നിട്ട് പാർസൽ വാങ്ങി പോകും. അതുകൊണ്ട് മാത്രം 10 മാക്സിമം, അല്ലാതെ ഒന്നും ചുട്ടു വെക്കില്ല. ബാക്കിയെല്ലാം ലൈവായിട്ടാണ് പരിപാടി. നല്ല ഗംഭീര കറി കേട്ടോ. നല്ല അപ്പവും ചൂട് ചിക്കൻ കറി. നൈസ്. പക്ഷെ പഴംപൊരിയും അങ്ങനെ ബീഫിനും പഴുത്ത പഴം. ഇപ്പോൾ ഇപ്പോൾ എക്സാക്ട് ലൊക്കേഷൻ പറയുമ്പോൾ ഇപ്പോൾ ഇടക്കുളങ്ങര ക്ഷേത്രം, ഇടക്കുളങ്ങര ദേവീക്ഷേത്രം അല്ലേ? ഇടക്കുളങ്ങര ദേവീക്ഷേത്രത്തിൽ നിന്ന് അവിടുന്ന് ദേവീക്ഷേത്രത്തിൽ മറ്റേ ഓട്ടോ സ്റ്റാൻഡ് സൈഡ് കൂടെ റോഡിന് നേരെ മുരുകാലയം റോഡ് വരുമ്പം കുറെ ഒരു 10-300 മീറ്റർ വരുമ്പോൾ റൈറ്റ് സൈഡിൽ. അതെ. വൈകുന്നേരം 4:30-5 മണി സമയത്ത് എത്തിക്കഴിഞ്ഞാൽ നല്ല അപ്പം, ചൂടപ്പം, ചൂട് ചിക്കൻ കറിയും ബീഫും പഴംപൊരിയും എല്ലാം കഴിച്ചിട്ട് നല്ല പോവാം. ഞായറാഴ്ചയും അവധിയൊന്നുമില്ല, എല്ലാ ദിവസവും ഉണ്ട്. അതൊക്കെ ഞാൻ വിടുന്നു. പോകട്ടെ, അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ബൈ.